ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ Cent.Editzz. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഡിറ്റക്റ്റീവിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മൾ മൈൻക്രാഫ്റ്റിലെ ഡിറ്റക്റ്റീവായിട്ട് റോൾ പ്ലേ ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു മർഡർ കേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ അറിയില്ല. അത് സ്റ്റോറി ലൈനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് മേർഡർ. അപ്പം നമ്മുടെ മേർഡർ നടന്നിട്ടുള്ളത് ഒരു വില്ലേജിലാണ്. അതിനെപ്പറ്റി പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ വില്ലേജിലോട്ട് പോകാം. വില്ലേജിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ആ പോർട്ടൽ ആ ഒരു ലൈന് കാണുന്നതാണ് നമ്മുടെ പോർട്ടൽ വില്ലേജിലേക്കുള്ള. അപ്പോൾ നമുക്ക് നേരെ വില്ലേജിലോട്ട് പോകാം. അപ്പം ഞാനിപ്പോൾ വില്ലേജിലോട്ട് സ്പോൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു ചെറിയ വില്ലേജ് കേട്ടോ. ഈ വില്ലേജിലാണ് മേർഡർ നടന്നിട്ടുള്ളത്. ഒരു മൈനിലാണ് മേർഡർ നടന്നിട്ടുള്ളത്. അത് നിങ്ങൾ സൈഡിൽ തന്നെ കാണാനായിട്ട് ഒരു മൈനിലാണ് മേർഡർ നടന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ചെയ്യേണ്ടത് എല്ലാ വീട്ടിലും കയറിയിട്ട് മൊഴിയെടുക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ വീട്. ഈ വീട് ഒരു ഇഗ്ലൂ രീതിയിലാണ് വീടുള്ളത്. ഹലോ സാർ, ഐ തിങ്ക് ദിസ് ഇസ് മൈ മോഡേൺ ഇഗ്ലൂ. ഹൗ ഡിഡ് യു എൻ്റർ വിത്തൗട്ട് മൈ പെർമിഷൻ? ഓ, ഐ ആം വെരി സോറി. നമ്മൾ ആരാ മനസ്സിലായിട്ടുണ്ടാവില്ല ഈ ഇഗ്ലൂവിന്. ഇവൻ്റെ പേര് വെച്ചാൽ ഹാർലോഡ് എന്നാണ്. നൗ ആസ് യു എൻ്റർഡ് വാട്ട് യു വാണ്ട് ഇറ്റ്. ഓക്കെ, നമ്മളെ അറിയില്ല കേട്ടോ. നമ്മൾ ഡിറ്റക്റ്റീവ് എന്ന് അറിയില്ല. അവനെ പിടിച്ച് ജയിലിലേക്ക് വിടും. കൂൾ ഡൗൺ ആയ ഡിറ്റക്റ്റീവ് പേഴ്സൺ ഹു റീസെൻ്റ്ലി ഡൈഡ് ഇൻ വില്ലേജിലാണ് മരിച്ചത്. യു ആർ ഡിസൈഡ് പിസ്സ ഗൈ സോറി ബിഹേവിയർ ഐ ഡി നോ സം ഡിസ്കൗണ്ട് ഓഫ് പിസ്സ. നിങ്ങൾക്ക് വായിക്കട്ടോ, ഞാനിത് മനസ്സിൽ വായിക്കുന്നതാണ്. ഡു യു നോ എനിത്തിങ് അബൌട്ട് ദ മേർഡറിനെ പറ്റി എന്തെങ്കിലും അറിയോ? നമ്മുടെ ഡോണ്ട് വറി ബട്ട് ഇറ്റ് മൈറ്റ് ബി മൈ ഫ്രണ്ട് സ്നോവി. അപ്പോൾ നമ്മുടെ സ്നോവി ആരാന്ന് അറിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട. നമ്മുടെ കരടിയാണ്, കരടിക്കുട്ടനാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. അപ്പം ആ കരടിയാണ് സ്നോവി. ആ സ്നോവി നമ്മൾ മീൻ കൊടുത്താൽ മാത്രമേ അവനെ പറയുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഹാർലോഡ് പറയുന്നത്. അപ്പം നമ്മൾ ചോദിച്ചു, എവിടെയായിരുന്നു നീ മേർഡർ നടക്കുന്ന സമയത്ത്? അവൻ മൈനിലായിരുന്നു. അപ്പം അവനും മൈനിലായിരുന്നു. മേർഡർ നടന്ന സ്ഥലവും മൈൻ തന്നെയാണ്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ജെഫിനോടാണ്. ഹോ, ഐ ഡിറ്റക്റ്റീവ്, ഹോ മേ ഐ ഹെൽപ്പ് യു? ഹലോ ജെഫ്, ഐ ആം ലുക്കിംഗ് ഫോർ സം ക്ലൂസ് റിലേറ്റഡ് ടു ദ ക്ലോറ ഡെത്ത്. ക്ലോറ എന്നാട്ടോ നമ്മുടെ വിക്ടമിൻ്റെ പേര്. ക്ലോറ നോ സംതിങ്. ഐ തിങ്ക് ഐ ക്യാൻ ഗിവ് യു എ ക്ലൂ ബട്ട് ഐ വിൽ ഓക്കെ. ഇവന് ഇപ്പം നമ്മളുടെ $34 തന്നാലേ ഇത് നമ്മുടെ ക്ലൂ തരുള്ളൂ എന്നാണ് പറയുന്നത്. ക്യാൻ അറ്റ്ലീസ്റ്റ് ടെൽ യു വേർ ഒരു ഡ്യൂറിങ് ദ മേർഡർ നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നു മണി? ഓക്കെ, മണി ഫസ്റ്റ്. അപ്പോൾ ഇവനക്ക് മണി തന്നാലേ ഇവന് പറയുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇവനെ പിടിച്ച് എന്താ ചെയ്യേണ്ട അറിയില്ല. പൈസന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ആ മൈനിൽ എഴുതിയിട്ടുണ്ട്. മൈന് പൂട്ടിയിട്ടുള്ളത്. താക്കോല് വേണം, എന്നാലേ നമുക്ക് മൈനിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. മൈൻ ആർ ക്ലോസ് ഡ്യൂ ടു പാരനോർമൽ ആക്ടിവിറ്റീസ്, പ്രേതബാധ അങ്ങനെയാണ് പറയുന്നത്. അടുത്ത നമുക്ക് ഗ്രെഗ്. ഹലോ, അയ്യോ ഇതേതാ ഭാഷ? വാട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ യൂസിങ്. അപ്പം ഇവന് വേറെ കേട്ടോ, വേറെ രാജ്യക്കാരനാണെന്ന് തോന്നുന്നു. ഇവൻ്റെ ഭാഷ വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്ലേറ്റർ ഒറ്റ വേണ്ടി വരും. മേ ബി ഐ ഷുഡ് ലീവ് ഫോർ നൗ. ഓക്കെ, നമുക്ക് ട്രാൻസ്ലേറ്റർ ഒറ്റ വേണ്ടി വരും കേട്ടോ. ഇവനെ ഭാഷ അറിയാൻ വേണ്ടിയിട്ട്. ഇവൻ്റെ ഭാഷ അറിയുന്ന വേറെ ആരെങ്കിലും ഇവിടെ അടുത്തുണ്ടോ നോക്കാം. അടുത്തത് ഒരു നല്ല വെള്ള വീട്, ഒരു സിമ്പിൾ വീട് കേട്ടോ. അപ്പോൾ അത് അവിടെ കുറേ പട്ടികളൊക്കെ ഉണ്ട്, എന്താ അറിയില്ല, നോക്കാം. നമുക്കിത് അവിടെ ഒരു ജോഡ്, പിഗ് സ്റ്റെപ്പ്, മിസ്സിസ് ഫോക്സ് ആൻഡ് മിസ്റ്റർ ഫോക്സ്. അപ്പം ഇവിടെ ഒരു കുറച്ച് പെറ്റ്സാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ വിക്ടമിൻ്റെ മറ്റേ ശവകുടീരാണ്. RIP മിസ്സസ് ക്ലോറ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ക്ലോറയുടെ വീട് തന്നെയാണ്. ഓക്കെ, ഇത് ക്ലോറയുടെ വീടാണ്. ഫുള്ള് ചെലന്തി വലയാണ്. കുറേ ദിവസം ഇവിടെ ആരെങ്കിലും താമസിച്ചിട്ടായതുകൊണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ ഒരു ഡയറി ഉണ്ട് ക്ലോറേൻ്റെ ഡയറി വായിക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കേസിന് നല്ലതാവും. ദിസ് ഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. ഓക്കെ, ഇത് ഡയറി കേട്ടോ. നമുക്ക് ഇത് വെറുതെ സ്കിപ്പ് അടിച്ചു പോകാം. ഡയറി നമുക്ക് വേണ്ട, നമുക്ക് ക്ലൂസ് ആണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കട്ടോ, സ്റ്റോപ്പ് ചെയ്തിട്ട്. ഇതിലൊന്നും അധികം പറയുന്നില്ല, ഞാൻ വായിച്ചതാണ്. The Father Thomas the Kenner, the nicest and all of the my needs a meal. Well, okay, ഇത് ഫുള്ള് ഒരു ഭാഗം മൊത്തം എക്സുകൾ വരച്ചിട്ടാണ്. Well, it's a few days horseman and animals. Okay guys, I went out for a walk and saw Mr. Harload, നമ്മുടെ പിഗ്മാൻ, doing some creepy work during the night. Who does okay guys, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇതിൽ എഴുതിയിട്ടുണ്ട് മിസ്റ്റർ ഹാർലോഡ് എന്തൊക്കെ ക്രീപ്പി തിങ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇവൾക്ക് ഭയങ്കര പേടിയാവുന്നുണ്ടായിരുന്നു.
അത് മാത്രമല്ല ഇപ്പുറത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം റെഡ് ലെറ്ററിൽ മാത്രം HELP ഹെൽപ്പ് MEE ഹെൽപ്പ് മീ. ഈ ക്രീപ്പി തിങ്സിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് HELP ഹെൽപ്പ് മീ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സസ്പെക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, മിസ്റ്റർ ഹാർലോഡ് ദ സ്നോമാൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ തുമ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഈ മിസ്സിസ് ക്ലോറക്ക് ആദ്യം തന്നെ അറിയായിരുന്നു ഇവിടെ എന്തോ ഉപദ്രവം ചെയ്യാൻ വേണ്ടി ആൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡയറിയിൽ ഹെൽപ്പ് മീ എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത ആളെ നോക്കാം. അടുത്ത് നമ്മുടെ തോമസ് ആണ്, ഒരു പിഗ്ലിനാണ് തോമസ്. ഓക്കെ, ഹലോ മാൻ, വെൽക്കം ടു മൈ ന്യൂ ഹൗസ്. ഹലോ മിസ്റ്റർ തോമസ്, ഡു യു വാണ്ട് ടു മർഡർ? Do you know about recent murder here in the village? Oh, sorry, but I don't look at the latest invention, the unlimited translator. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ട്രാൻസ്ലേറ്റർ കിട്ടിയിട്ട് മറ്റേ നേരത്തെ ഏതൊരു ഭാഷ സംസാരിച്ച ആളോട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ വായിക്കിട്ടോ, നിങ്ങൾക്ക് വായിച്ചാലേ മനസ്സിലാവും. ഞാൻ വായിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് അപ്പോൾ അധികം പറയാത്തത്. ബട്ട് ദിസ് ഇസ് ഇൻകംപ്ലീറ്റ് വെർഷൻ ഓഫ് ദ. അപ്പോൾ നമുക്ക് മൈക്രോ റെഡ് സ്റ്റോൺ സ്ക്രാപ്പ് കൊണ്ടേ കൊടുക്കണം. മൈക്രോ റെഡ് സ്റ്റോൺ സ്ക്രാപ്പ് എവിടുന്ന് കിട്ടാന്നറിയില്ല. ഡു യു നോ എൻകോർ ദ സൈൻ? ഓക്കെ, നമ്മുടെ ഇതിലോട്ടുള്ള പോകാനാണ് അവർ പറയുന്നത്. അവിടുന്ന് നമുക്ക് മൈക്രോ റെഡ് സ്റ്റോൺ സ്ക്രാപ്പ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവൻ പറയുന്ന പോലെ തന്നെ നമുക്ക് മൈക്രോ നെതർ സ്ക്രാപ്പ് കൊടുത്താലേ നമുക്ക് ആ ട്രാൻസ്ലേറ്റർ കിട്ടിയിട്ട് നമ്മുടെ കേസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഹായ്, ഹലോ, വെൽക്കം ടു ദ മോൺസ്റ്റർ ഹൂ കെയിം ടു ടേക്ക് മൈ ട്രഷർ. ഹലോ. അപ്പം ഇത് മോളിൽ നിന്ന് വേറെ ഏതൊരു ശബ്ദം കേട്ടോ. ദിസ് ഇസ് ടൈം പ്രൊട്ടക്ഷൻ ഫോർ മൈ ചെസ്റ്റ്. ഓക്കെ, നമ്മൾ ഈ ഏതോ സ്ഥലത്ത് നിന്ന് പറയുന്ന ആൾ പറയുന്നത് നിങ്ങൾ ഈ ടാസ്കുകളൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് മൈക്രോ റെഡ് സ്റ്റോൺ സ്ക്രാപ്പ് തരുള്ളൂ എന്നാണ്. അപ്പോൾ നമുക്ക് ടാസ്ക് ചെയ്യണം, എന്നാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആ 3 പാർക്കർ ചെയ്യാനെടുത്ത സമയം 1.5 മണിക്കൂറാണ്. അപ്പോൾ അത്രയും ടഫായിരുന്നു. അതിനെക്കൊണ്ട് എനിക്കിത് ആ പാർക്കേഴ്സ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വോൾട്ട് തുറന്നു തന്നിട്ടുണ്ട്. വേറെ ഏതോ ഒരു ശബ്ദം പറയുന്ന ആൾ, ഇതാണ് ആ വോൾട്ട്. നമ്മൾ വോൾട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. വോൾട്ടിനുള്ളിൽ കയറാൻ ചെറിയ ലാഗൊക്കെ അടിക്കുന്നുണ്ട്, എന്താ അറിയില്ല. നമുക്ക് നമ്മുടെ ഇത് ചെയ്യാം. അപ്പം ഈ ചെസ്റ്റുകളൊന്നും തുറക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ മണികളെല്ലാം എടുക്കാം, എന്നാലേ നമുക്ക് 34 രൂപ കൊടുത്തിട്ട് മറ്റേ ചാടക്കാരൻ നമുക്ക് ക്ലൂ തരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്ലക്കർ ബോക്സ് തുറന്നിട്ട് എന്തെങ്കിലും നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്ലക്കർ ബോക്സ് തുറന്നപ്പോഴാണ് മൈക്രോ റെഡ് സ്റ്റോൺ സ്ക്രാപ്സ് കിട്ടിയത്. റെഡ് സ്റ്റോണും ഉണ്ട്, അതുപോലെ തന്നെ ഏതോ ഒരു ഏൻഷ്യൻ സ്റ്റാച്യു. ഇതൊക്കെ എന്താ യൂസ് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ തിരിച്ച് നമ്മുടെ ആ പിഗ്ലിൻ്റെ അവിടെ തന്നെ പോയിട്ട് അവനക്ക് ഈ റെഡ് സ്റ്റോൺ സ്ക്രാപ്പ് കൊടുക്കാം. ഗെറ്റ് ബാക്ക്, ഇറ്റ്സ് ഗോയിങ് ടു എക്സ്പ്ലോഡ്. ഓ ഗൈസ്, എക്സ്പ്ലോഡ് ചെയ്യുന്ന ഓ ഷിറ്റ് ഗൈസ്, എന്താണിത്? എക്സ്പ്ലോഡ്, ഏതാ എക്സ്പ്ലോഷൻ എന്താ അറിയില്ല. നമ്മുടെ ആ സ്റ്റാച്യു ഇത് പോയിട്ടുണ്ട്, എക്സ്പ്ലോഡിൽ പോയതാന്ന് തോന്നുന്നു. അതാണ് എക്സ്പ്ലോഡ് ആയതെന്ന് തോന്നുന്നു. ഓ യു മെയ്ഡ് വിതൗട്ട് എനി ഡാമേജ്. ഹൗ എനിവേസ് താങ്ക് യു, ഐ പ്രോമിസ്. അപ്പം നമുക്ക് ആ ട്രാൻസ്ലേറ്റർ തരുന്നതാണ് പറഞ്ഞല്ലോ, തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം എന്തോ പറയുന്നുണ്ട്. താങ്ക് യു മിസ്റ്റർ തോമസ്, വൺ മോർ വേറെ അറിയോ? ഓക്കെ, എവിടെയായിരുന്നു നീ ചോദിക്കുന്നത്? നമ്മൾ ഐ വാസ് വർക്കിംഗ് അത് അൺലിമിറ്റഡ്. ഇവൻ ആ ട്രാൻസ്ലേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ഇവനൊരു സസ്പെക്റ്റ് ആക്കിയിട്ട് കൂട്ടാനാവില്ല, എന്നാലും ഒരു സംശയം വെക്കാം. ചിലപ്പം വിചാരിക്കാത്ത ആളായിരിക്കും ഈ മർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവൻ്റെ ഭാഷ അറിയണമെങ്കിൽ നമ്മളിത് പിടിച്ചിക്കണം. കിട്ടിട്ടോ. ഹോ യു അഗെയിൻ, വാട്ട് ഡു യു വാണ്ട് ഫ്രം മീ? ഓക്കെ, ഇവൻ്റെ ഭാഷ നമുക്ക് മനസ്സിലായി കേട്ടോ. ഹലോ മിസ്റ്റർ ഗേ, ക്യാൻ ഐ ഹാവ് സം കുക്ക്ഡ് ഫിഷ് ആസ് യു ആർ ഫിഷർമാൻ? ആ കുക്ക്ഡ് ഫിഷ് നമ്മുടെ സ്നോവിക്ക് കൊടുക്കാനുള്ള ഫിഷ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. റിട്ടേൺ ഐ വാണ്ട് സം ക്യാരറ്റ്. എനിക്ക് റിട്ടേൺ ക്യാരറ്റ് വേണം. പക്ഷേ ആ കെന്നി ഇവനക്ക് ക്യാരറ്റ് കൊടുക്കൂല. നീ പോയിട്ട് വാങ്ങിയിട്ട് ക്യാരറ്റ് കൊണ്ടുതരണം എന്നാണ് പറയുന്നത്. നിങ്ങൾ വായിക്കുക, ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, എന്നാലും നിങ്ങൾ വായിച്ചോളി. കെന്നീനെ ക്യാരറ്റ്സ് വാങ്ങിയിട്ട് ഇവനക്ക് കൊടുത്താലേ നമുക്ക് ഫിഷ് തരുള്ളൂ എന്നാണ് പറയുന്നത്. ഫുള്ള് ട്രേഡിങ് കേട്ടോ ഈ ഇതിൽ. നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ള റെസ്പെക്റ്റ് ഒന്നുമില്ല. എന്നാലും സാരമില്ല, നമ്മുടെ ഗെയിമാണ്. എന്നാലും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് നേരെ പോയിട്ട് ക്യാരറ്റ് എടുക്കാം. ഞാനിതാ ക്യാരറ്റ് എടുക്കാൻ പോകണം. ഇതെന്ത് വീടാ? ചെറിയ വീടാട്ടോ. ഇവനെവിടെ ഉറങ്ങലൊക്കെ? ഫിഷർമാൻ ആയതുകൊണ്ട് എന്താ അറിയില്ല, എവിടെ ഉറങ്ങലൊന്നും അറിയില്ല. ചെറിയൊരു കുഞ്ഞു വീടാട്ടോ. എനിക്ക് നിൽക്കാൻ പോലും ഇല്ല സ്ഥലമില്ലാത്തൊരു വീടത്. നമുക്ക് എന്തായാലും നമ്മുടെ ഇതാണ് കെന്നി കേട്ടോ. കെന്നി
കെന്നിയെ ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ഹലോ ഡിറ്റക്റ്റീവ്, വാട്ട് യു വാണ്ട് ഫ്രം കാരസ് വിച്ച് മേ? നോ താങ്ക്സ് മിസ്റ്റർ കെൻ, ഐ വാണ്ട് ടു നോ മേഡറിനെ പറ്റിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. മിസ് ക്ലോറൻ്റെ മേഡർ എന്താണെന്ന് എനിക്ക് അറിയുമെന്ന്. ഓക്കെ ഗൈസ്, നമ്മുടെ കെന്നീനെ കണ്ടാൽ തന്നെ മനസ്സിലാവും എൻ്റെ ഒരു കള്ളലക്ഷണം എന്ന് പറയുന്നിട്ട് കണ്ടോ. സോറി. അപ്പോൾ ഇവന് എന്തോ ഒരു പേടിയുണ്ട്. ഞാൻ പറയുന്നത് ക്യാരറ്റ്സ് തരാം, എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. പേടിച്ചിട്ടാണ് ഇവൻ പറയുന്നത് ക്യാരറ്റ്സ് തരാമെന്നാണ്. ഓക്കെ നമ്മൾ ഓക്കെ നമുക്കൊരു സംശയം തോന്നിയിട്ട് കേട്ടോ. എനിക്ക് ഇവനെന്തോ ഒരു സംശയം തോന്നി. നമ്മൾ ചോദിച്ചപ്പോൾ അവൻ തിരിഞ്ഞും ചെയ്ത്. അത് മാത്രമല്ല, ഞാൻ ക്യാരറ്റ് തരാമെന്നുള്ള വിഷയം വേഗം മാറ്റിട്ടോ. നോട്ട് ഇന്ന ഫാർമി കീപ്പ്. കണ്ടോ നമ്മളെ സോപ്പിടാൻ തുടങ്ങി. നമ്മൾ കീപ്പ് ചെയ്തോ. സ്ട്രേഞ്ച് നമ്മൾ പറയുന്നുണ്ട്. സ്ട്രേഞ്ച് വൈ വാസ് മംബ്ലിങ് വെൻ ഐ ആസ്ക്ഡ് അബൌട്ട് ദ മർഡർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സസ്പെക്റ്റും കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പക്കാ സസ്പെക്റ്റാണ് കെന്നി. ഇവനിങ്ങനെ പേടിച്ചിട്ടാണ് പറയുന്നത്. അത് മാത്രവുമല്ല, വേഗം വിഷയവും മാറ്റി. നമ്മുടെ ഒരു വലിയ സസ്പെക്റ്റാണ് മിസ്റ്റർ കെന്നി. ഹിയർ യു ഗോ മിസ്റ്റർ ഗ്രഗ്. താങ്ക് യു ഫോർ. നമുക്ക് ക്യാരറ്റ് കൊടുത്ത് നമ്മൾ ട്രേഡ് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് കിടക്കാം. നമ്മുടെ മിസ്റ്റർ സ്നോവി, നമ്മുടെ കരടിക്ക് ഭക്ഷണം കൊടുക്കാം. ഓക്കെ, നമ്മൾ കരടിക്ക് ഭക്ഷണം കൊടുക്കാൻ അങ്ങോട്ട് സ്പോൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കരടിക്ക് ഭക്ഷണം കൊടുക്കണം. കമോ ഡിറ്റക്റ്റീവ്, ലെറ്റ്സ് ഫീഡ് സ്നോവി ആൻഡ് ആസ്ക് വാട്ട് ഹി നോസ്. ഓക്കെ, അപ്പോൾ സ്നോവിയുടെ ഭാഷയിൽ ഇവനക്ക് മനസ്സിലാവും കേട്ടോ. മിസ്റ്റർ ഹാർലോഡിന് മനസ്സിലാവും. ഓക്കെ, മിസ്റ്റർ ഹാർലോഡ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് സ്നോവി പറഞ്ഞു കൊടുത്തത്. ദ തിങ്സ് ഹി സേസ് ആർ ഇൻ വൺ ഫ്രം ഫോം ഓഫ് റിഡിൽ. ഓക്കെ, റിഡിൽ സൈസിലാണ് നമ്മുടെ സ്നോവി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ദ വൺ വിത്ത് നത്തിങ് ബട്ട് എ ഫ്രണ്ട് ഈസ് ടെല്ലിങ് എ ലൈ ബട്ട് നോട്ട് ദ മർഡർ. ദ വൺ വിത്ത് ഫിയർ ഈസ് നോട്ട് ദ മർഡർ ബട്ട് ഐ ക്യാൻ ടെൽ ഹൂ ഇറ്റ് ഈസ് ഓർ ഐ ആം എ ഡെഡ് പോളർ ബിയർ. എനിക്ക് ഫുള്ളും മനസ്സിലായിട്ടില്ല, എന്നാലും എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞുതരാം. ഒരു ഫിയർ ഉള്ള ആളാണ് ഈ ലൈ പറയുന്നതാണ്. അപ്പം ഈ ഫിയർ നമ്മളെ പേടിച്ചാരാ നമുക്കറിയാം. നമ്മുടെ ആ ക്യാരറ്റ് എന്ന മിസ്റ്റർ കെന്നാണ്. അവനാണെന്ന് ഉറപ്പിക്കാമെങ്കിൽ എന്നാലും ഈ റിഡിലിനനുസരിച്ച് അവൻ മേർഡർ അല്ലെങ്കിലും അവൻ കള്ളത്തിലാണ് പറയുന്നത്. അവനൊന്നും പറഞ്ഞില്ല കള്ളത്തിനും പറയാൻ. അതാണ് എൻ്റെ അവനോട് അധികം സംശയമില്ലാത്തത്. അല്ലേ തന്നെ അവനെ പോയിട്ട് നമുക്ക് നോക്കായിരുന്നു. ഓക്കെ ഗൈസ്, പിന്നെ അവൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു തന്നാലായ ഡെഡ് പോളർ ബിയർ. അപ്പം ഇവനിപ്പം നമ്മുടെ മിസ്റ്റർ കെന്നിനോട് ഈ കരടി നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ അവനെ കൊന്നു കളയുന്നുള്ള രീതിയിലാണ് റിഡിൽ വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും നോക്കണം ഇനി അടുത്തെന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പം നമ്മളെ കയ്യിൽ എന്തായാലും ഇവനക്ക് കൊടുക്കാനുള്ള പൈസ അല്ല. അവനക്ക് $34 വേണ്ടത്. നമ്മളെ കയ്യിൽ ആകെ $23 ഉള്ളൂ. എന്താ അറിയില്ല, ഇന്നത്തെ ശമ്പളമൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഇനി അടുത്ത ഇത് നോക്കാൻ പോകണം, നമ്മുടെ അടുത്ത എന്തെങ്കിലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയൊരു നമ്മുടെ ക്ലൂസൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ക്ലൂസ് കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ആ റിഡിലിൻ്റെ കോഡ് ബ്രേക്ക് ചെയ്യണം. കോഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണം, ആ കോഡ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു തുമ്പ്. അപ്പം നമുക്ക് എന്തായാലും ഇനി നോക്കാത്ത സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കണം. നമ്മൾ ഇത്ര നേരം അന്വേഷിക്കാത്തൊരു സ്ഥലത്തൊക്കെ പോയിട്ട് നമുക്ക് നോക്കണം. അപ്പം അന്വേഷിക്കാത്ത സ്ഥലം വേറെ ഒന്നല്ല, എല്ലാം കൂടി നമ്മൾ കയറി നോക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാടൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് കാട് നോക്കണം. ഇനി അടുത്ത ആ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റുപാടൊക്കെ നോക്കിയിട്ടൊന്ന് പോവാം. ഓക്കെ, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സസ്പെക്റ്റായ മിസ്റ്റർ കെന്നുണ്ട് ഇവിടെ. അവർക്കറിയില്ല കേട്ടോ അവർ സസ്പെക്റ്റ് ആണെന്നുള്ള. കെൻസ് ലവ്ലി സ്മോൾ ഷാക്ക്. അപ്പോൾ ഇത് മിസ്റ്റർ കെന്നിൻ്റെ ഷാക്കാണ്. നമ്മുടെ ഏറ്റവും വലിയ സസ്പെക്റ്റ് വെച്ചാൽ ഏറ്റവും തെളിവുകളിലൊക്കെ കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ മിസ്റ്റർ ഹാർലോഡാണ്. നമ്മുടെ മരിച്ചുപോയ വിക്റ്റം ഡയറിയിൽ എഴുതിയിട്ടുള്ളത് മിസ്റ്റർ ഹാർലോഡാണ്. മറ്റേത് ഞാൻ റെഡിൽ ഗസ് ചെയ്യുന്നാളുള്ളൂ മിസ്റ്റർ കെന്ന്. മാത്രമല്ല മിസ്റ്റർ കെന്നിൻ്റെ ചെറിയൊരു മംബ്ലിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലൂസിലൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു സസ്പെക്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റർ ഹാർലോഡാണ്. കേസ് വഴിതിരിഞ്ഞ് പോവാം. ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു കേസായിട്ടാണ് ഞാനിതിനെ നോക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഈ കാടുകളൊക്കെ ഒന്ന് നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊരു ചാൻസിലാണ് ഞാൻ അവിടെയൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്കൊരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കട്ടെ. ചെസ്റ്റിൻ്റെ ഉള്ളിൽ എ ബുക്ക് വിത്ത് സം സീക്രറ്റ്സ്. ദ ബുക്ക് ക്യാൻ ബി ഓൺലി റീഡ് ബൈ എ ഗോസ്റ്റ് ഓർ ദ നെതർലോഡ്.
നെതർലോഡ് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ ആ മിസ്റ്റർ തോമസിനെ സഹായിക്കാൻ പോയില്ലേ, നമ്മൾ റെഡ് സ്റ്റോൺ സ്ക്രാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ എന്താണ് ഒരാൾ എവിടുന്നോ വന്ന് ആകാശത്ത് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നെതർലോഡാണെന്നാണ്. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് വേറെ എവിടെന്നെങ്കിലും ഒരു പോർട്ടൽ കണ്ടുപിടിക്കണം. നമ്മുടെ എന്താ പറയുക, വേറെ ഒരു പോർട്ടൽ കണ്ടുപിടിക്കണം അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ. അതിന് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു പോർട്ടൽ ഉണ്ടോയെന്ന് നോക്കണം. അതിന് മുന്നേ നമുക്ക് കാട്ടിൽ വേറെ ഏതെങ്കിലും തുമ്പുണ്ടോയെന്ന് നോക്കണം. ഈ ബുക്ക് പിടിച്ചിട്ട് പോട്ടെ, ചിലപ്പോൾ ബുക്ക് പിടിച്ച് എവിടെയെങ്കിലും എത്തുമ്പോൾ ആയിരിക്കും ഈ ബുക്ക് ഇങ്ങനെ അങ്ങ് തുറന്നിട്ട് റീഡാവുന്നത്. നമുക്ക് നെതർലോഡിനെ കണ്ടുപിടിക്കണം. എന്തായാലും നെതർലോഡ് പോകേണ്ടി വരും. ഇപ്പോൾ ഗോസ്റ്റ് വെച്ചാൽ ഇവിടെ നമ്മുടെ മൈൻ ഈസ് ക്ലോസ്ഡ് ബൈ പാരനോർമൽ ആക്ടിവിറ്റീസ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഗോസ്റ്റ് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ പോവുക. അതിന് മുന്നേ നമുക്ക് ഈ കാർഡ് ഒന്നുകൂടി നല്ല ചെക്ക് ചെയ്തിട്ട് പോവാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ലീവ്സ് ഭയങ്കര വെറുപ്പിക്കലാട്ടോ. ലീവ്സ് നമ്മൾ കട്ട് ചെയ്ത് കളയാനാവില്ല. അഡ്വഞ്ചർ മോഡാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഈ കാർഡുകളൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഈ ഇലകൾ നമ്മളൊരു മെയ്സ് പോലെ ആക്കി കളിക്കുന്ന കേട്ടോ. ഈ ഇലകളിൽ ഭയങ്കര കട്ടിയാന്ന് തോന്നുന്നു. നമുക്ക് പൊട്ടിക്കാനാവില്ല കേട്ടോ ഇലകൾ. ഒന്നും നശിപ്പിക്കാനാവില്ല അവിടുത്തെ. ബിക്കോസ് വി ആർ എ ഡിറ്റക്റ്റീവ്സ്. നമ്മൾ നശിപ്പിക്കാനല്ല. ഓക്കെ, ഐ ആം എ ഡെഡ് പോളാർ ബിയർ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ സംശയം തോന്നിയാണ് പോളാർ ബിയർ ഡെഡ് ആണോ എന്നുള്ളത്. അല്ല, വെറുതെ ഒരു സംശയമാണ്. എന്നാലും ഞാൻ ബുക്ക് എടുത്ത് അവിടേക്ക് പോയപ്പം പോളാർ ബിയർ അല്ല, നമുക്ക് വേറെ ആരും ആണ് ഈ ബുക്ക് റീഡ് ചെയ്ത് തരേണ്ടത്. അപ്പോൾ നമ്മൾ വേഗം കണ്ടുപിടിക്കണം. നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു $34 ആയിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ക്ലൂ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ചെറിയ ക്ലൂ ആയിട്ടാണ് മിസ്റ്റർ ജെഫിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. RP മിസ് ക്ലോറ, സോറി ഫോർ യുവർ ലോസ്. നമ്മുടെ പട്ടികളൊക്കെ അവിടെ തന്നെ കേട്ടോ, പാവങ്ങൾ. അപ്പം ഇവിടെ ഞാനൊന്ന് സ്പീഡപ്പ് ആക്കാമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഞാനിങ്ങനെ കുറേ ഫുള്ള് തപ്പലായിരിക്കും ഇവിടെ തൊട്ടിട്ട്. കുറേ മണിക്കൂറോളം ഞാൻ തപ്പി കൈസ്, ഒരു തുമ്പ് പോലും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ അഡ്വഞ്ചർ കുറച്ചും കൂടി ഒന്ന് രസമാക്കാൻ വേണ്ടി സീരിയസ് രൂപത്തിൽ കൊണ്ടുവന്നെന്ന്. അതുകൊണ്ട് ഇത് പാർട്ട് 1 ആണ്. നാളെ പാർട്ട് 2 വരും. അപ്പം ഈ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ആ പട്ടിയുടെ ബഗ് അടിച്ച് കളിക്കുന്നുണ്ട്, അത് നോക്കണ്ട. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഇനിയൊരു നല്ല വീഡിയോയുമായി ഞാൻ നാളെ വരും. അതുവരെ ഗുഡ് ബൈ. പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ഓക്കെ, ബൈ.